ഈസ്മനെ നമ്മൾ നോമ്പ് നോക്കിയത് കൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടോ ഹജ്ജ് ചെയ്തത് കൊണ്ടോ സ്വർഗത്ത് പോവോ അല്ലെ? നിസ്കരിച്ചത് കൊണ്ടും നോമ്പ് നോക്കിയത് കൊണ്ടും ഹജ്ജ് ചെയ്തത് കൊണ്ടും ഞാൻ സ്വർഗത്ത് പോകുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മോനെ, അത് തെറ്റ്. നിസ്കാരം 5 വക്ത് അത് റബ്ബിന് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ കാര്യമാണ് അനീസേ. നോമ്പ് റമദാൻ നോമ്പ് നോക്കലും നിർബന്ധം, സക്കാത്ത് കൊടുക്കലും ഉള്ളവർക്ക് അതിന്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കലും നിർബന്ധം. അതൊക്കെ റബ്ബിനോട് നമ്മൾ കടമ നിറവേറ്റണം. ഇതുകൊണ്ട് അമലുകളെ കൊണ്ട് നമ്മൾ സ്വർഗത്ത് പോകുമെന്ന് പറയുന്നത് എന്തല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമലുകളെ കൊണ്ട് ആരും എന്താവൂല, സ്വർഗത്ത് പോവില്ല. പിന്നെ എങ്ങനെ സ്വർഗത്ത് പോവാ? എന്തിനാ ഈ അമലുകളൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ, അള്ളാന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ സ്വർഗത്ത്. അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല നല്ല കാര്യം ചെയ്യണം. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ അല്ലെ? അപ്പൊ അത് അള്ളാന്റെ അടിമകളോടും വേണം. ഒരടിമ രോഗം കൊണ്ട്, അള്ളാഹുവിന്റെ ഒരു അടിമ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് നിൽക്കുമ്പോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. നാളെ റബ്ബ് നമ്മളോട് കരുണ കാണിക്കും അല്ലെ? ഒരു രോഗി വിഷമിച്ച് നിന്നപ്പോ അനീസ്മാനെ നോക്ക്, എത്രയോ ആള് സഹായിച്ച് അല്ലെ? അവർക്ക് വേണ്ടി നമ്മളെന്നും ദുആ ചെയ്യില്ലേ? അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല, ആരോഗ്യം കൊടുക്കണേ അല്ല, ദീർഘായുസ് കൊടുക്കണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല, അള്ളാഹിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ല അല്ലെ? നമ്മളെപ്പം ദുആ ചെയ്യുന്ന ദുആണ്. അങ്ങനെ ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഉമ്മാന്റെ അവസ്ഥയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഭർത്താവില്ലാത്ത 2 മക്കളുടെ ഉമ്മ. ആ മക്കളാണെങ്കിലോ വാപ്പാന്ന് വിളിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. അനീസ്മാൻ ആ വീഡിയോ കണ്ടല്ലോ. എന്നിട്ട് അനീസ്മാൻ ഒരു വീഡിയോ ചെയ്തില്ലേ? ജാവുപ്പ പറഞ്ഞിട്ടാണ് ചെയ്തത്. പിന്നെ എങ്ങനെ അനീസ്മാൻക്ക് ചെയ്യണമെന്ന് എന്നോട് നീ പറയാൻ കാരണം? ജാവുപ്പ എഡിറ്റ് ചെയ്യുമ്പോ ഒക്കെ ഉണ്ടായിട്ട് കണ്ടു അല്ലെ? അപ്പൊ ഉമ്മ പറയുന്ന ഒരു വാക്ക് നിന്നെ വല്ലാതെ വേദനപ്പെടുത്തിയല്ലേ? ഏത് വാക്കാ? ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വേദന. എന്നോട് പറഞ്ഞല്ലേ ജാവുപ്പ പാപ്പല്ലേ അല്ലെ? അമ്മാനെ എല്ലാരും സഹായിക്കണം അല്ലെ? സഹായിക്കൂലേ പ്രിയപ്പെട്ടവരെ? കൊടക് ജില്ലയിലെ കൊളക്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ബീവി എന്ന് പറയുന്ന ഒരു സയ്യിദിന്റെ ഒരു തങ്ങളുടെ മകളാണ്. ആരാരുമില്ല, നമ്മളല്ലാതെ ചേർത്ത് പിടിക്കുക. നിങ്ങളൊക്കെ സഹായിച്ചത് കൊണ്ട് ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഫണ്ട് വേണം. നാളെയാണ്, വ്യാഴാഴ്ചയാണ് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നത്. എല്ലാരും ഈ വീഡിയോ കാണുന്ന ആള് ഒന്ന് സഹായിക്കുമോ അല്ലെ അനീസെ? എത്ര സഹായിക്കണം അനീസെ? 100 200 10 രൂപയോ 1 രൂപ അവരെ കൊണ്ടാകുന്നത് അല്ലെ? ആരെ കയ്യിൽ എത്ര ഉണ്ടോ അത്ര സഹായിക്കാം. അല്ലാഹ് ബറക്കത്താക്കട്ടെ.